അതെ, നമ്മൾ കേട്ടതെല്ലാം ശരിയാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ 16ഓളം ഭാരതീയരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഒന്നും രണ്ടുമല്ല, 16 ഇന്ത്യക്കാരുടെ ജീവൻ. അതിൽ 10 പട്ടാളക്കാരുടെ ജീവനും 6 സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനുമാണ് നഷ്ടമായിരിക്കുന്നത്. ഒടുവിൽ കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന രൂക്ഷമായ സൈനിക സംഘർഷങ്ങൾക്കിടയിൽ 10 നാവികർ ഉൾപ്പെടെ 16 ഇന്ത്യൻ പൗരന്മാർക്ക് ജീവൻ നഷ്ടമായതായി കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചിരിക്കുകയാണ്. മേഖലയിലുണ്ടായ വിവിധ ആക്രമണങ്ങളിലും അനുബന്ധ അനിഷ്ട സംഭവങ്ങളിലും 75ഓളം ഇന്ത്യൻ പൗരന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് രാജ്യസഭയിൽ വ്യക്തമാക്കി. മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും പ്രവാസികളുടെ സംരക്ഷണത്തെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും ആശങ്കകൾക്ക് മറുപടിയായാണ് സർക്കാർ രാജ്യസഭയിൽ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കിയത്. അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇനി വിവരങ്ങളൊന്നും മറച്ചുവെക്കാനില്ലെന്നും പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പൂർണ്ണ ജാഗരൂകരാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം ജന്മനാട്ടിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ആക്രമണങ്ങളിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഇന്ത്യക്കാർക്ക് അടിയന്തര വൈദ്യസഹായം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികൾ വഴി ആവശ്യമായ ഇടപെടലുകൾ നടത്തിവരികയാണെന്നും കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു. വിവിധ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മരണങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും വ്യക്തമായ കണക്കുകളും വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. ഒമാനിൽ 8 പേരും UAE 4 പേരുമാണ് കൊല്ലപ്പെട്ടത്. കൂടാതെ കുവൈറ്റിൽ 2ഉം ഇറാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ ഓരോരുത്തർ വീതവുമാണ് മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. പരിക്കേറ്റ 75 പേരിൽ ഭൂരിഭാഗവും UAE, അതായത് 32, ഒമാൻ 24, കുവൈറ്റിൽ 13 എന്നീ രാജ്യങ്ങളിലാണ് ഉള്ളത്. ഇതിനു പുറമെ ഖത്തർ, സൗദി അറേബ്യ, ഇസ്രയേൽ എന്നിവിടങ്ങളിലും ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഘർഷങ്ങൾക്കിടെ ഖത്തറിലെ റാസ് ലഫാൻ ഗ്യാസ് പ്ലാന്റിലുണ്ടായ അപകടത്തിൽ 12 ഇന്ത്യൻ തൊഴിലാളികൾ കൊല്ലപ്പെട്ട ദാരുണ സംഭവവും കേന്ദ്രം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു. മേഖലയിൽ യുദ്ധസമാന സാഹചര്യങ്ങൾ കടുക്കുന്ന പശ്ചാത്തലത്തിൽ പ്രവാസി ഇന്ത്യക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ ഇന്ത്യൻ എംബസികൾക്കും നയതന്ത്ര കാര്യാലയങ്ങൾക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ തുടരുന്ന എല്ലാ ഇന്ത്യക്കാരും പ്രാദേശിക ഭരണകൂടങ്ങളും എംബസികളും നൽകുന്ന സുരക്ഷാ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേസമയം യുദ്ധക്കെടുതി രൂക്ഷമായ ഇറാനിൽ കുടുങ്ങിക്കിടന്ന 2500-ലധികം ഭാരതീയരെ അയൽ രാജ്യങ്ങൾ വഴി സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ദുരന്തബാധിതരായ പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആവശ്യമായ എല്ലാ സാമ്പത്തികവും നിയമപരവുമായ സഹായങ്ങൾ നൽകി വരികയാണെന്നും സർക്കാർ വ്യക്തമാക്കി. നഷ്ടപരിഹാരം യുദ്ധമേഖലകളെ അപകടത്തിൽപ്പെടുന്ന നാവികർക്ക് DGMA വെൽഫെയർ സ്കീം പ്രകാരം 10 ലക്ഷം രൂപയാണ് അടിയന്തര സഹായമായി നൽകുന്നത്. പരിശോധനകൾക്ക് ശേഷം തുക വേഗത്തിൽ കുടുംബത്തിന് കൈമാറും. യൂണിയനുകളുമായി കരാറുള്ള നാവികർക്ക് അധിക നഷ്ടപരിഹാരത്തിനും അർഹതയുണ്ട്. മാരിടൈം യൂണിയൻ ഓഫ് ഇന്ത്യ വഴി ഓഫീസർമാർക്ക് 12 ലക്ഷം രൂപയും നാഷണൽ യൂണിയൻ ഓഫ് സീഫെയേഴ്സ് ഓഫ് ഇന്ത്യ വഴി ജീവനക്കാർക്ക് 10 ലക്ഷം രൂപയും ലഭിക്കും. ഇറാനിലെ ഇന്ത്യക്കാർ 2026 ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യയിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇറാനിൽ നിന്ന് 2557 ഇന്ത്യക്കാരെ അർമേനിയ, അസർബൈജാൻ അതിർത്തികൾ വഴി നാട്ടിലെത്തിക്കാൻ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിക്ക് കഴിഞ്ഞു. വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, നാവികർ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ ഉൾപ്പെടെ 7000ഓളം ഇന്ത്യക്കാർ ഇപ്പോഴും ഇറാനിലുണ്ടെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. സംഘർഷത്തെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഇറാൻ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്രകൾ മാറ്റിവെക്കാനും സർക്കാർ നിർദ്ദേശിച്ചു. ദുബായിലെ ഇറാനിയൻ ആശുപത്രി അടച്ചുപൂട്ടിയതിനെ തുടർന്ന് അവിടെ ജോലി ചെയ്തിരുന്ന മലയാളികൾ ഉൾപ്പെടെ 130-ലധികം ഇന്ത്യക്കാർ നേരിടുന്ന വിസ പ്രശ്നങ്ങളും സർക്കാർ നിരീക്ഷിക്കുന്നുണ്ട്. വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ ക്ഷേമത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. UAE-യിലെ ഇന്ത്യൻ മിഷൻ ഇവരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. നയതന്ത്ര തലത്തിൽ വിഷയം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും വിസ സംബന്ധിച്ച തീരുമാനങ്ങൾ അതത് രാജ്യങ്ങളുടെ അധികാര പരിധിയുള്ളതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ ചെക്ക്മേറ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അമേരിക്കയിലെ അരിസോണയിൽ ഓപ്പറേഷൻ ചെക്ക്മേറ്റിന്റെ ഭാഗമായി അറസ്റ്റിലായ 52 പേരിൽ 30 പേർ ഇന്ത്യക്കാരാണെന്ന റിപ്പോർട്ടുകളും വിദേശകാര്യ മന്ത്രാലയം പരിശോധിക്കുന്നുണ്ട്. 2026 മെയ് 11 മുതൽ 15 വരെ നടന്ന പരിശോധനയിൽ അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിനാണ് ഇവരെ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 36 പേർ ട്രക്ക് ഡ്രൈവർമാരാണ്. ഇവരെ നാടുകടത്തുമെന്നാണ് അമേരിക്കൻ അധികൃതർ വ്യക്തമാക്കുന്നത്.
ഓപ്പറേഷനെ കുറിച്ച് മുൻകൂർ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. എന്നാൽ അറസ്റ്റ് വിവരങ്ങൾ പുറത്തുവരുന്നയുടൻ വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസി വഴി അമേരിക്കൻ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അറസ്റ്റിലായവരുടെ വിവരങ്ങൾ ഔദ്യോഗികമായി ലഭിക്കാൻ കാത്തിരിക്കുകയാണെന്നും മന്ത്രി രാജ്യസഭയെ അറിയിച്ചു. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം വ്യാപിക്കുന്നു എന്ന ആശങ്ക വർദ്ധിപ്പിച്ചാണ് കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ ഡ്രോൺ ആക്രമണം നടന്നത്. ധമയട്ട തുറമുഖത്തിൽ അമേരിക്കൻ കപ്പൽ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കപ്പലിന് തീ പിടിക്കുകയും മറ്റൊരു കപ്പലിലേക്ക് തീ പടരുകയും ചെയ്തുവെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ അഗ്നിശമന രക്ഷാപ്രവർത്തകരെത്തി തീ അണയ്ക്കുകയും ചെയ്തു. ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ ഗൾഫിലെ 6 രാജ്യങ്ങളിലും ആക്രമണം നടന്നിരുന്നു. ഇറാഖിലും ജോർദാനിലും യമനിലും സിറിയയിലും അടുത്തിടെ ആക്രമണങ്ങൾ നടന്നു. അതായത് യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുന്നതിനിടയിലാണ് ഈജിപ്തിലെ പുതിയ ആക്രമണം എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഈജിപ്തിൽ ഡ്രോൺ ആക്രമണം നടക്കുന്നത്. ഈജിപ്തിലെ പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണ് ധമയട്ട. LNG കാർഗോ കപ്പൽ നങ്കൂരമിട്ട വേളയിലാണ് ആക്രമണം നടന്നത്. അമേരിക്കയുടെ ഉടമസ്ഥയിലുള്ള ഈ എനർഗോസ് വിൻഡർ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത് എന്ന് ബ്രിട്ടീഷ് മാരിടൈം സുരക്ഷാ കമ്പനിയായ അംബ്രി അറിയിച്ചു. ഈ ഡ്രോൺ ആക്രമണമാണ് നടന്നത് എന്ന് പരസ്യപ്പെടുത്തിയതും ഇവരാണ്. അതേസമയം തുറമുഖത്ത് ഒരു കപ്പലിൽ തീപിടുത്തമുണ്ടായി എന്ന് ഈജിപ്ത് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും കാരണം എന്താണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. അടിയന്തര സുരക്ഷാ വിഭാഗത്തിന്റെ ഇടപെടലിൽ തീ അണച്ചു എന്നാണ് ഈജിപ്തിലെ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചത്. ആർക്കും പരിക്കില്ലെന്നും മന്ത്രാലയം അറിയിച്ചെങ്കിലും ഡ്രോൺ ആക്രമണമാണോ എന്ന് വിശദീകരിച്ചില്ല. ഇറാനെതിരായ ആക്രമണം അമേരിക്ക 3 ദിവസമായി അപ്രതീക്ഷിതമായി നിർത്തിവച്ചിരിക്കുകയാണ്. ആയുധം തീർന്നതാണ് കാരണമെന്ന് അനൌദ്യോഗിക വിവരങ്ങളുണ്ട്. അതിനിടെ സൗദിയെ ലക്ഷ്യമിട്ട് യമനിൽ നിന്നും ഇറാഖിൽ നിന്നും ആക്രമണം ഉണ്ടായി. അമേരിക്കയും സൗദിയും ചേർന്ന് ഇറാഖിൽ ശക്തമായ ആക്രമണം നടത്തി. PMF എന്ന ഇറാഖിലെ ഷിയ സംഘടനത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. അമേരിക്കയുമായി ചേർന്ന് ഇറാന്റെ സഖ്യകക്ഷിക്കെതിരെ സൗദി അറേബ്യ ആക്രമണം നടത്തുന്നത് ആദ്യമായാണ്. ഇതോടെ യുദ്ധത്തിന്റെ ഭാഗമായിരിക്കുകയാണ് സൗദി അറേബ്യയും. ജോർദാനിലെ US ക്യാമ്പ് ആക്രമിച്ചാണ് ഇറാൻ ഇതിന് തിരിച്ചടി നൽകിയത്. ഹോർമൂസിലും ഇറാൻ ആക്രമണം നടത്തി. ഇറാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ വിപണി ആശങ്കയിൽ നിൽക്കവെയാണ് ഈജിപ്തിലെ ആക്രമണ വാർത്ത. ഈജിപ്ത് ഇതുവരെ യുദ്ധത്തിന്റെ ഭാഗമായിട്ടില്ല. ഹോർമൂസ്, ബാബുൽ മന്ദിബ കടൽപാതകൾ അടഞ്ഞതിൽ പ്രതിസന്ധിയിലാണ് സൗദി അറേബ്യ. ഇതാണ് സൗദിയെ ഇറാഖിൽ തിരിച്ചടി നൽകാൻ പ്രേരിപ്പിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം ഒരു വശത്ത് മുറുകുന്നു, മറുവശത്ത് അയയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇതിലൊന്നിലും പെടാത്ത ഒരുപാടധികം നിരവധി പേരുടെ ജീവൻ നഷ്ടമാകുന്നു എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.